ഹല്ലേലൂയ. യെശയ്യായുടെ പുസ്തകം 43 അധ്യായം 8 തിരുലിഖിതം. കണ്ണുണ്ടായിട്ടും കാണാതിരിക്കുകയും ചെവിയുണ്ടായിട്ടും കേൾക്കാതിരിക്കുകയും ചെയ്യുന്നവരെ എൻ്റെ അരികിൽ കൊണ്ടുവരുവിൻ എന്നരുളി ചെയ്ത സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ചെകിടരെ കേൾക്കുവിൻ എന്നുള്ളതാണ്. യെശയ്യായുടെ പുസ്തകം 42 അധ്യായം 18 19 തിരുലിഖിതങ്ങൾ. ബധിരരെ കേൾക്കുവിൻ, അന്ധരെ നോക്കിക്കാണുവിൻ, എൻ്റെ ദാസനല്ലാതെ ആരുണ്ട് ഇവിടെ കുരുടനായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു മണിക്കൂറിൽ ദൈവരാജ്യത്തിൻ്റെ ഉന്നതമായ വെളിപാടുകൾക്ക് വേണ്ടി നമുക്ക് ദാഹിക്കാം. ദൈവരാജ്യത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുമ്പോൾ യെശയ്യാ പ്രവചനത്തിൽ 35 അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുവിൻ. ഇതാ നിങ്ങളുടെ ദൈവം പ്രതിഫലവുമായി വന്ന് നിങ്ങളെ രക്ഷിക്കുന്നു. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചാടും, ദാഹിച്ചിരുന്ന ഭൂമി അരുവികളായി മാറും. വലിയ വിടുതലിന്റെ സന്തോഷ വാർത്ത ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്ന ഇടങ്ങളിൽ സംഭവിക്കുന്നു എന്ന് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നമുക്കായി വെളിപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ യെശയ്യാ 35 അധ്യായം 4 മുതലുള്ള വിടുതലിന്റെ സദ്വാർത്ത അന്വർത്ഥമായിട്ടുണ്ട്. 1-2 അനുഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ആലപ്പുഴയിൽ നിന്ന് പ്രിൻസി സിജോ എഴുതുന്നു, ലോകമെമ്പാടുമുള്ള ദൈവജനത്തിന് വലിയ ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അഭിഷേകമിറക്കുന്ന അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷ ഞങ്ങളുടെ കുടുംബത്തിന് രക്ഷയുടെ അനുഭവത്തിൻ്റെ നിമിഷങ്ങളാണ്. എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ്. ആലപ്പുഴയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. എൻ്റെ ഭർത്താവ് സിജോ ആഹാരം കഴിച്ചാൽ ഉടനെ ഛർദ്ദിക്കുന്ന ഒരു പ്രത്യേക രോഗത്തിന് അടിമയായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ അസുഖം തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷത്തിലധികമായി. കുറേ നാൾ ഞങ്ങളിത് സഹിച്ചു നടന്നു. കൂടിക്കൂടി വന്നപ്പോൾ ഞങ്ങൾ നിരവധി ഹോസ്പിറ്റലുകളിലേക്ക് ചികിത്സ തേടിപ്പോയി. എന്നാൽ ചികിത്സയിൽ എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. സാമ്പത്തിക ഞെരുക്ക നിമിത്തം ഞങ്ങൾക്ക് ഡോക്ടറെ കാണാൻ അധികം നിവൃത്തിയില്ലാതായി. ഈ അസുഖവും സഹിച്ച് എൻ്റെ ഭർത്താവ് നരകിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഷാലോം ചാനലിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് ദൈവരാജ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നതായി അനേകം ആളുകൾ പറയുന്നത് കേട്ടു. ഞങ്ങളും കുടുംബസമേതം ഈ പരിപാടിയിൽ കണ്ണുനീരോടെ പങ്കെടുക്കാൻ തുടങ്ങി. കത്തിച്ച മെഴുകുതിരിയുടെ വെട്ടത്തിൽ 2 മാസത്തിലധികമായി എൻ്റെ ഭർത്താവിൻ്റെ സൗഖ്യത്തിന് വേണ്ടി കുടുംബം മുഴുവൻ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, 2.5 മാസമായപ്പോഴേക്കും എൻ്റെ ഭർത്താവ് 10 വർഷമായി നരകിച്ചുകൊണ്ടിരുന്ന ആ രോഗത്തിൽ നിന്ന് പരിപൂർണമായി സൗഖ്യം പ്രാപിച്ചു. ഇന്ന് എൻ്റെ ഭർത്താവിന് രോഗപീഠകളുടെ ബന്ധനം ഒട്ടും തന്നെ ഇല്ല. ആലപ്പുഴയിൽ നിന്ന് പ്രിൻസി സിജോ യേശുവിൻ്റെ നാമത്തിൽ ഈ ഒരു അത്ഭുതത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് യെശയ്യാ 35 അധ്യായം 4 മുതലുള്ള വാക്യങ്ങളിൽ. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുവിൻ. ഇതാ നിങ്ങളുടെ ദൈവം പ്രതിഫലവുമായി വന്ന് നിങ്ങളെ രക്ഷിക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. എല്ലാവരും ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കട്ടെ. അനേകം ആളുകൾ ഈ സമയം ഒരുപാട് ഭയഭക്തികളോടെ പ്രാർത്ഥിക്കുന്ന അത്ഭുതത്തിൻ്റെ മണിക്കൂറുകളാണ്. മകനെ, മകളെ, ഒരുപക്ഷെ നീ ഇന്ന് ആദ്യമായിട്ടായിരിക്കാം ഈ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കുചേരുന്നത്. ഒരുപക്ഷെ നീ കുറച്ച് നാളുകളായി ഒരു കാര്യത്തിന് വേണ്ടി അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് തീഷ്ണത പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാകാം. വിശ്വാസമുള്ളവനോ വിശ്വാസം ഇല്ലാത്തവനാകട്ടെ, അനുഭവമുള്ളവനോ അനുഭവം ഇല്ലാത്തവനാകട്ടെ, ഒരുപക്ഷെ ഒരല്പം ആത്മീയമായി മങ്ങി വിശ്വാസം
വിശ്വാസം മങ്ങി തീഷ്ണത കുറഞ്ഞ് ഒരു മരവിപ്പിൻ്റെയും മന്ദതയുടെയും പിടിയിലമർന്ന സാഹചര്യമായിരിക്കാം. എന്തുമാകട്ടെ, ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധി ഹൃദയം തുറക്കണം. ഒരുപക്ഷെ നീ രോഗിയായി കിടക്കയിൽ തന്നെ കിടക്കുന്നൊരു സാഹചര്യമാകാം. ഒരുപക്ഷെ രോഗിയായി കൈയും കാലും അനക്കാൻ പറ്റാതെ തളർന്ന് കിടക്കുന്ന അവസ്ഥയായിരിക്കാം. ഒരുപക്ഷെ മരണാസന്നനായി മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാകാം. ഏത് നിമിഷത്തിലേക്കും ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഇറക്കാൻ ദൈവത്തിന് കഴിയും. പ്രഭാഷകൻ 11:21 ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു ക്ഷണം മാത്രം മതി. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ക്ഷീണത്താലും ഭാരങ്ങളാലും രോഗപീഠകളാലും മനോവിഷമങ്ങളാലും കണ്ണുനീരിൽ കുതിർന്നിരിക്കുന്ന ഓരോ ജീവിതങ്ങളിലേക്കും അങ്ങയുടെ നാമത്തിൻ്റെ അതിശയ സൗഖ്യം, അതിശയ ശക്തി, അതിശയ വിടുതൽ ഇപ്പോൾ സ്വർഗത്തിൽ നിന്നും അവിടുന്ന് സമൃദ്ധമായി വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അവിശ്വാസപ്പെടൽ വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ കുടുംബ കലഹത്തിന്റെ അരൂപികൾ ഛിന്നഭിന്നമായി പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ബുദ്ധിശക്തി തെളിഞ്ഞു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഓരോ കുടുംബങ്ങളും പ്രാർത്ഥനയുടെ അരുവി നിറയട്ടെ. ഓ ദൈവമേ, പ്രാർത്ഥിക്കാനും ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ വിളിച്ചപേക്ഷിക്കാനും തടസ്സമുണ്ടാക്കി ദൈവവചന ശുശ്രൂഷകളിലും പ്രാർത്ഥനാ സമയത്തും കുടുംബങ്ങളിൽ കലഹവും പീഡയും വിഷമവും സങ്കടവും ഉണ്ടാക്കുന്ന തടസ്സത്തിൻ്റെയും അന്ധകാര പീഡകളുടെയും എല്ലാ അരൂപികളെയും നസറേനായ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തടസ്സങ്ങളുടെയും രോഗപീഠകളുടെയും തഴക്കദോഷങ്ങളുടെയും എല്ലാ പാപദുരാത്മാക്കളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ദുരാത്മാക്കളെ വിട്ടുപോവുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയട്ടെ. വിശ്വാസത്തിന്റെ അഭിഷേകം നിറയട്ടെ. ഉണർവിന്റെ കൃപ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ അത്ഭുത ശക്തിയാൽ, അത്ഭുത കൃപാവരങ്ങളാൽ ഓരോ കുടുംബങ്ങളും ഓരോ ജീവിതങ്ങളും ഓരോ സമൂഹങ്ങളും ഇപ്പോൾ പുതുജീവൻ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യായുടെ പുസ്തകം 42-ാം അധ്യായം 18ഉം 19ഉം തിരുലിഖിതങ്ങൾ. ബധിരരെ കേൾക്കുവിൻ, അന്ധരെ നോക്കിക്കാണുവിൻ. എൻ്റെ ദാസനല്ലാതെ ആരുണ്ടിവിടെ കുരുടനായി. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും വേദന അണപൊട്ടി ഒഴുകുകയാണ്. വീണ്ടും യെശയ്യായുടെ പുസ്തകം 42-ാം അധ്യായത്തിൽ 20-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. അവൻ കണ്ടിട്ടും കാണുന്നില്ല, അവൻ കേട്ടിട്ടും കേൾക്കുന്നില്ല. ഇത് ദൈവത്തിൻ്റെ വേദനയാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ മേലും നിങ്ങളുടെ മേലും ഇന്ന് അനേകരുടെ മേൽ ഈ വചനം അന്വർത്ഥമായി കഴിഞ്ഞിരിക്കുന്ന ഒരു സംഗതിയാണ്. അവൻ കണ്ടിട്ടും കാണുന്നില്ലല്ലോ, അവൻ കേട്ടിട്ടും കേൾക്കുന്നില്ലല്ലോ. എന്താണ് ദൈവം ഇങ്ങനെ വേദനയോടെ പറയാൻ കാരണം? ദൈവം തൻ്റെ ഹൃദയത്തിൻ്റെ വേദന മറ്റൊരു വിധത്തിൽ യെശയ്യായുടെ പുസ്തകം 45-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. സ്വന്തം പിതാവിനെ നോക്കിയിട്ട്, പിതാവേ എന്താണ് നീ ജനിപ്പിക്കുന്നതെന്നും, സ്വന്തം അമ്മയെ നോക്കിയിട്ട്, മാതാവേ എന്തിനാണ് നീ പ്രസവിക്കുന്നതെന്നും ചോദിക്കുന്നതിന് ദുരിതം യെശയ്യാ 45:10 പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു വേദനയാണത്. യെശയ്യായുടെ പുസ്തകം 47-ാം അധ്യായം 10-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. നിന്റെ ജ്ഞാനവും നിന്റെ അറിവും നിന്നെ വഴിതെറ്റിച്ചു. ഈ വചനങ്ങളെല്ലാം ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വേദന പൊട്ടിപ്പുറപ്പെട്ടൊഴുകുന്ന വചനങ്ങളാണ്. എന്താണ് ഈ വചനങ്ങളിലൂടെ ദൈവം പ്രകാശിപ്പിക്കുന്ന വേദന? ദൈവം തൻ്റെ പൊന്നോമനകളായി താലോലിച്ച് ഈ ഭൂമിയിൽ അവിടുന്ന് രൂപം കൊടുത്ത് അവിടുത്തെ നാമമിട്ട് അവിടുന്ന് പേര് ചൊല്ലി വിളിച്ച് തൻ്റെ പൊന്നോമനങ്ങളായി വളർത്തുന്ന തൻ്റെ മക്കള് ദൈവത്തെ അറിയുന്നില്ല, ദൈവത്തെ അറിയുന്നില്ല. ഇതാണ് ദൈവത്തിൻ്റെ വേദന. യെശയ്യായുടെ പുസ്തകം 1-ാം അധ്യായം 2ഉം 3ഉം തിരുലിഖിതങ്ങളിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ദുഃഖം അണപൊട്ടി ഒഴുകുകയാണ്. ആകാശമേ കേൾക്കുക, ഭൂതലമേ ശ്രദ്ധിക്കുക,
കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവർ എന്നോട് കലഹിച്ചു. കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത അതിൻ്റെ യജമാനന്റെ തൊഴുത്തും, എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല. ഇതാണ് ദൈവത്തിന്റെ വേദന. ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല. എന്താണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ സത്യം? ഞാനും നിങ്ങളും ഈ ലോകത്തിൽ അറിയേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ദൈവം എനിക്ക് ആരാ? ഞാനും എൻ്റെ ദൈവം തമ്മിലുള്ള ബന്ധം എന്താ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഒരുപാട് ഫിലോസഫേഴ്സ് ലോകത്തിലുണ്ട്. ഫിലോസഫേഴ്സ് കണ്ട് ചിന്തിച്ച് അവര് പറയുകയാണ്, ഗോഡ് ഈസ് ആൻ അൺമൂവഡ് മൂവർ. അവർക്ക് ദൈവം ഒരു അൺമൂവഡ് മൂവറാണ്. എല്ലാത്തിനെയും ചലിപ്പിക്കുന്ന അടിസ്ഥാന ശക്തിയാണ് ദൈവം അവർക്ക്. അനേകം തരത്തിലുള്ള യുക്തിവാദികളും നിരീശ്വര ചിന്തകരുമുണ്ട്. അവർക്കെന്താ ദൈവം? ആകാശത്തിനും അപ്പുറത്ത് എവിടെയോ ഇരിക്കുന്ന മനുഷ്യന്റെ വേദന എന്തെന്നറിയാത്ത, കരയാനറിയാത്ത, ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകൾ, അതാണ് അവർക്ക് ദൈവം. നിരീശ്വരന്മാർക്കും യുക്തിവാദികൾക്കും അത് ഒരു പരിഹാസ വിഷയം. ഇനി മറ്റനേകം വിശ്വാസികളുണ്ട്. അവർക്കെന്താ ദൈവം? അവർക്ക് ദൈവം എന്ന് പറയുന്നത് അവരുടെ വേദനയോ കഷ്ടതയോ എന്തെങ്കിലും പ്രത്യേക ഞെരുക്കമോ വരുമ്പോൾ ഉടനെ അവരുടെ കാര്യം നടത്താനുള്ള ആള്. തരക്കെടില്ല, കുഴപ്പമില്ല, നല്ലതാണ്. ഉദാഹരണത്തിന് ഞാൻ ഓർക്കുന്നുണ്ട് ചിലരുടെ ഭക്തിയെക്കുറിച്ച് ഒരു പ്രതിപാദനം. അതായത് ഒരു കള്ളൻ ഒരു വീട്ടിൽ ചെന്ന് വലിയൊരു കൊന്നത്തെങ്ങൽ കയറി അങ്ങനെ തേങ്ങ പറിച്ച് ഇങ്ങനെ ചാക്കിലിക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ശബ്ദം ഉണ്ടാക്കാതെ അത് തേങ്ങയായിട്ട് പോരണം. അങ്ങനെ തേങ്ങ പറിച്ച് ഇങ്ങനെ അർദ്ധരാത്രിയിൽ തേങ്ങ ശബ്ദം ഉണ്ടാക്കാതെ ഉടമസ്ഥന് അറിയാതിരിക്കാൻ വേണ്ടി പറിച്ച് ചാക്കിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് ഇതാ തേങ്ങയും ചാക്കും കള്ളനും എല്ലാം കൂടെ പിടിവിട്ട് കൊന്നത്തെങ്ങിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് പോരുകയാണ്. അപ്പോൾ ആ കള്ളൻ ഹൃദയം നുറുങ്ങി വിളിക്കുകയാണ്, ദൈവമേ ദൈവമേ. ചിലർക്ക് ദൈവം ഇതുപോലെയാണ്. അവർക്ക് തിന്മ ചെയ്യാൻ ഒരു മടിയില്ല. അസത്യം കാണിക്കാനും കള്ളത്തരം കാണിക്കാനും മോഷണത്തിനും കവർച്ചയ്ക്കും മടിയില്ല. എന്നാൽ അവർക്കൊരു ദുരന്തം വരുമ്പോൾ അവരെ രക്ഷിക്കാനൊരു ശക്തി എന്ന നിലയ്ക്ക് ദൈവം വേണം. അനേകരുടെ ദൈവം അവരുടെ ഒരു തകർച്ചയിൽ അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരാളാണ്. തോന്നിയാസം ജീവിച്ചാലും ശരി, തകർച്ച വരുമ്പോൾ രക്ഷിക്കണം. ഇതാണ് അനേകർക്ക് ദൈവം. മറ്റനേകർക്ക് ദൈവം എന്ന് പറയുന്നത് ഒരു ശക്തി, ഒരു പരാശക്തി, എന്തോ ഒരു വലിയ ശക്തി, എല്ലാത്തിൻ്റെ മുമ്പിൽ ആദ്യമായിട്ടൊരു ശക്തി, ഒരു ആദിശക്തി. എന്നാൽ സത്യത്തിൽ ബൈബിൾ അവതരിപ്പിക്കുന്ന ദൈവം എന്താണ്? ആരാ ദൈവം? ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 31-ാം അധ്യായത്തിൽ 9-ഉം 10-ഉം തിരുലിഖിതങ്ങൾ. കണ്ണീരോടെയാണ് അവർ വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും, ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവരുടെ കാലുകൾ ഇനി ഇടറുകയില്ല, അവരുടെ പാത സുഗമമായിരിക്കും. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ദൈവം ഒരു ശക്തിയല്ല, ദൈവം എങ്ങോ മറഞ്ഞിരിക്കുന്ന എന്തോ ഒരു സങ്കല്പവുമല്ല. ദൈവം ഇസ്രായേലിന് പിതാവാണ്. ദൈവം എനിക്ക് പിതാവാണ്. ദൈവം നിനക്ക് പിതാവാണ്. ദൈവം നമ്മുടെ അപ്പൻ. ദൈവത്തെ നോക്കി അപ്പാ, ദൈവത്തെ നോക്കി പിതാവേ, ദൈവത്തെ നോക്കി ആബാ എന്ന് വിളിക്കാൻ മാത്രം നമ്മളെ ഉയർത്തിയ സ്നേഹമുള്ള നമ്മുടെ പിതാവാണ് ദൈവം. വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിലൊരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം, ക്ലാസ്സിൽ ഫസ്റ്റായി പാസ്സാകുകയാണ്. സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് വേണ്ടി എൻ്റെ പേര് തിരഞ്ഞെടുക്കപ്പെട്ടു. ഞാൻ നന്നായിട്ട് ഒരുങ്ങി. അങ്ങനെ ഞങ്ങളുടെ പരിസര പ്രദേശത്തുള്ളൊരു പട്ടണത്തിൽ സ്കോളർഷിപ്പ് പരീക്ഷ എഴുതാൻ പോവുകയാണ്. 1 മണിക്കൂറിലധികം നടക്കണം. എന്നാലും ശരി, വെളുപ്പിന് എഴുന്നേറ്റു.
അന്നത്തെ ദിവസം നന്നായിട്ട് പഠിച്ചൊരുങ്ങി വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി സമയത്തിന് മുമ്പേ ഹോൾ ടിക്കറ്റുമായി പരീക്ഷ ഹാളിലെത്തി. പരീക്ഷ എഴുതി. പരീക്ഷയിൽ വളരെ ശ്രദ്ധിക്കുന്നൊരു കുട്ടിയായിരുന്നത് കൊണ്ട് തലേ ദിവസം കാര്യമായിട്ട് അധികം ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിച്ചിരുന്നില്ല. അന്ന് രാവിലെയും കാര്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഓരോ കാലിച്ചായ കുടിച്ച് അങ്ങനെ പോയിരിക്കുകയാണ്. അങ്ങനെ ഉച്ചയ്ക്കും ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിച്ചില്ല. ഉച്ച കഴിഞ്ഞ് പരീക്ഷയുണ്ട്. ഉച്ചയ്ക്കും അധികം ഭക്ഷണം കഴിക്കാൻ നിന്നില്ല. പിന്നെയും പഠിക്കണം, എനിക്കൊരൊറ്റ ജ്വരം മാത്രമേ ഉള്ളൂ, സ്കോളർഷിപ്പ് നേടണം. അതിനുവേണ്ടി പഠിച്ച് ഏകാഗ്രതയോടെ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ്. അങ്ങനെ 2 പരീക്ഷ രാവിലെ എഴുതി, ഉച്ച കഴിഞ്ഞ് എഴുതി. 4 മണിക്ക് പരീക്ഷ കഴിഞ്ഞ് പോരുമ്പോൾ ആ പ്രദേശത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളുടെ കൂടെ ഞാൻ പോരുകയാണ്. അവർ 8ലും 10ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അവരുടെ കൂടെ 4ാം ക്ലാസ്സുകാരനെ ഞാനിങ്ങനെ കോരുകയാണ്. കുറച്ച് നേരം നടന്നൊരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വയറ്റിൽ കിടന്ന് ഭയങ്കരമായൊരു പ്രശ്നം, ഒരു വേദന, ഒരു കൊളുത്തിപ്പിടുത്തം, എന്തൊക്കെയോ തല കറങ്ങുന്നു, ശരീരം മുഴുവൻ വേർക്കുന്നു. എനിക്ക് നടക്കാൻ പറ്റാതെയായി. ഞാൻ റോട്ടിൽ എനിക്ക് കിട്ടിയൊരു കല്ലിൽ ഞാൻ കയറിയിരുന്നു. എനിക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അതികഠിനമായൊരു വിഷമം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുട്ടികൾ 1-2 പേരൊക്കെ അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ ചെന്ന് അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടികൾ വിട്ടുപോയി. അങ്ങനെ ഞാൻ ഏകാഗിയായി ആ റോഡ് സൈഡിൽ കല്ലിലിരിക്കുകയാണ്. വിവരം അപ്പൻ അറിഞ്ഞു. അപ്പൻ പല തിരക്കിലായിരുന്നു. എങ്കിലും അപ്പൻ വിവരറിഞ്ഞ ഒപ്പം തന്നെ പുറപ്പെട്ടു വന്നു. എന്നിട്ട് ആ റോട്ടിൽ ഞാനിരിക്കുന്ന സ്ഥലത്ത് വന്ന് എന്നെ അപ്പൻ്റെ കരങ്ങളിൽ പിടിച്ചു. നോക്കിയപ്പോൾ എനിക്ക് നടക്കാൻ പറ്റുന്ന സ്ഥിതിയല്ല. അപ്പൻ എന്നെ എടുത്ത് അപ്പൻ്റെ തോളിലേക്ക് വെച്ചു. എന്നിട്ട് ആ ചമൺ പാതകളിലൂടെ നടന്ന് വീട്ടിലേക്ക് നീങ്ങി. ഞാൻ ഇപ്പോഴും ആ രംഗം ഓർക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് സ്കൂൾ പഠനമെല്ലാം കഴിഞ്ഞ് സെമിനാരിൽ ചേർന്ന് ദൈവാനുഭവത്തിൻ്റെ വഴികളിൽ നടന്നപ്പോൾ ആ രംഗം എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്നോടെന്നും അതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു വേദന വരുമ്പോൾ, ഒരു ഭാരം വരുമ്പോൾ ആ ദൈവം വന്ന് കരങ്ങളിൽ കോരിയെടുത്ത് ദൈവത്തിൻ്റെ തോളിൽ വെച്ച് കരങ്ങളിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നൊരു അനുഭവം ഇന്ന് വരെ എൻ്റെ ദൈവം എനിക്ക് തന്നു. ആ അനുഭവത്തിൽ നിന്ന് വായിച്ചപ്പോൾ യെശയ്യായുടെ പുസ്തകം 46-ാം അധ്യായം 4-ാം വാക്യം എനിക്ക് വ്യക്തമായി മനസ്സിലായി. നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് നരബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ വഹിക്കും, ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും. ചുമലിലേറ്റി രക്ഷിക്കുന്നൊരു ദൈവം, കൈകളിൽ എടുത്തുകൊണ്ട് നടക്കുന്ന ദൈവം, ഒരു വ്യക്തിപരമായി ഇടപെടുന്നൊരു സ്നേഹം, ഒരു അപ്പനെ പോലെ ഒരു അപ്പനായിട്ട് നിന്ന് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ഒരു അപ്പനെയാണ് ഞാൻ നിങ്ങൾ അറിയേണ്ടത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായം 8-9 തിരുലിഖിതങ്ങൾ. എങ്കിലും അവർക്ക് ന്യായീകരണമില്ല. ഈ ലോകത്തെ ആരാഞ്ഞ് ഇത്രമാത്രം അറിയാൻ കഴിഞ്ഞെങ്കിൽ ഇതിൻ്റെ എല്ലാം ഉടയവനായ എന്നെ കണ്ടെത്താൻ നീ വൈകിയത് എന്തുകൊണ്ട്? ഞാനും നിങ്ങളും ഈ ദൈവത്തെ അറിയാൻ ബാധ്യസ്ഥരാണ്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായം 2-ാം തിരുലിഖിതം. അറിവുണ്ടെന്ന് ഭാവിക്കുന്നവർ അറിയേണ്ടത് അറിയുന്നില്ല. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം, 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. എൻ്റെ സ്വർഗസ്ഥനായ അപ്പനെ എനിക്ക് അറിയണം. എൻ്റെ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ളൊരു ആത്മീയ സ്വാതന്ത്ര്യം, ഒരു ബന്ധം എനിക്ക് വേണം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഹൃദയങ്ങളിലേക്ക് പുത്രസഹജമായൊരു സ്വാതന്ത്ര്യം അവിടുന്ന് ഇപ്പോൾ നൽകണമേ. അപ്പനും മകനും തമ്മിൽ, അപ്പനും മകളും തമ്മിലുള്ള സ്വാതന്ത്ര്യം, ഒരു ബന്ധം, ഒരു ബന്ധത്തിൻ്റെ ആത്മീയത അവിടുന്ന് നൽകണമേ. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ചുള്ള ഭയം, ദൈവത്തോടുള്ള അകൽച്ച, ദൈവത്തോടുള്ള നീരസം, തെറ്റായ ബോധ്യങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മ പ്രേരിതമായ ദൈവപുത്ര സ്ഥാനത്തിന്റെ അഭിഷേകം ഓരോ മകനും മകൾക്ക് ലഭിക്കാൻ തക്കവണ്ണം എല്ലാ സാഹചര്യങ്ങളെയും പരിശുദ്ധാത്മാവെ രൂപാന്തരപ്പെടുത്തണമേ. പാപത്തിന്റെയും തഴക്കദോഷത്തിന്റെയും ദുശീലത്തിന്റെയും ജഡിക പാപത്തിന്റെയും 1-ാം പ്രമാണ ലംഘനത്തിന്റെയും ആധിപത്യങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകൃപയുടെ അഭിഷേകം നിറയട്ടെ, സ്വാതന്ത്ര്യത്തിന്റെ അഭിഷേകം നിറയട്ടെ, സ്നേഹത്തിന്റെ ബന്ധത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. യെശയ്യായുടെ പുസ്തകം 42-ാം അധ്യായം 18-ാം തിരുലിഖിതം. ബധിരരെ കേൾക്കുവിൻ, അന്ധരെ നോക്കിക്കാണുവിൻ,
എന്റെ ദാസനല്ലാതെ ആരുണ്ട് ഇവിടെ കുരുടനായി? പറുദീസ മുഴുവൻ ഹൃദയത്തിനേകുന്ന പരിശുദ്ധ കാരുണ്യമേ, പരിശുദ്ധാത്മാവിനെ സദയം പകരുന്ന പരമോന്നത സൗഭാഗ്യമേ, മരുന്നല്ല ലേപനമല്ല നിൻ കാരുണ്യ തിരുവോസ്തിയാണെൻ്റെ പുണ്യം, മരുന്നല്ല ലേപനമല്ല നിൻ കാരുണ്യ തിരുവോസ്തിയാണെൻ്റെ പുണ്യം. അൾത്താരയിൽ നേരുന്ന ആരാധന എൻ്റെ ഉൾത്താരിലും പാടുന്ന ആരാധന, അൾത്താരയിൽ നേരുന്ന ആരാധന എൻ്റെ ഉൾത്താരിലും പാടുന്ന ആരാധന. പറുദീസ മുഴുവൻ ഹൃദയത്തിനേകുന്ന പരിശുദ്ധ കാരുണ്യമേ. സഭാപ്രസംഗകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 26-ാം തിരുലിഖിതം, തന്നെ പ്രസാദിപ്പിക്കുന്നവർക്ക് ദൈവം അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. പാപികൾക്കാകട്ടെ സമ്പത്ത് ശേഖരിച്ച് കൂട്ടാനുള്ള ജോലി മാത്രം കൊടുക്കുന്നു. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഈ മണിക്കൂറിൽ ദൈവവചനം കേൾക്കാനിരുന്നപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നാം യത്നിക്കുകയായിരുന്നു. കരങ്ങൾ ഉയരട്ടെ. ഓ ദൈവമേ, അവിടുത്തെ തിരുശരീരത്തിൽ നിന്നും അത്ഭുത ശക്തി പുറപ്പെട്ട് ഇപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കാൻ തക്കവണ്ണം അവിടുന്ന് ഇടപെടണമേ. കുടുംബങ്ങളിൽ നിന്ന് തലമുറ എല്ലാ തിന്മയുടെ കോട്ടകളും തകരട്ടെ കർത്താവേ. ദുഃഖത്തിൻ്റെയും മരണത്തിൻ്റെയും അനർത്ഥത്തിൻ്റെയും അപകടങ്ങളുടെയും എല്ലാ ദുർപീഡകളും കുടുംബങ്ങളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. കുട്ടികൾക്ക് പഠിക്കാനുള്ള തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ഓ ദൈവമേ, സമാധാനമില്ലാത്ത കുടുംബങ്ങളിലേക്ക് സമാധാനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. ഓ ദൈവമേ, സന്ധ്യാപ്രാർത്ഥന പുലരാത്ത കുടുംബങ്ങളിലേക്ക് സന്ധ്യാപ്രാർത്ഥനയ്ക്കുള്ള ആത്മാവ് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിശ്വാസം മങ്ങിപ്പോയവരും പ്രാർത്ഥന നിലച്ചു പോയവരും ദേവാലയത്തിലേക്ക് പോകാൻ കഴിയാത്ത വിധം ബന്ധിക്കപ്പെട്ടവരുമായ ഓരോരുത്തരിൽ നിന്ന് സാത്താൻ കോട്ടകൾ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ അൾത്താരയിൽ നേരുന്ന ആരാധന എൻ്റെ ഉൾത്താരിലും പാടുന്ന ആരാധന, അൾത്താരയിൽ നേരുന്ന ആരാധന എൻ്റെ ഉൾത്താരിലും പാടുന്ന ആരാധന. എൻ്റെ പേര് സിസ്റ്റർ ജീന, തൃശ്ശൂരിൽ നിന്ന് വരുന്നു. 2000 ഒക്ടോബർ 30 എൻ്റെ സ്വരം പോയതാണ്. ഒരു തലകറങ്ങി വീണതിനെ തുടർന്ന് കട്ടിലമ്മ തട്ടി ഈ വശം അടിച്ചു വീണു. അതിനെ തുടർന്ന് 10 വർഷമായിട്ട് എനിക്ക് സ്വരമില്ല. കുറേയധികം ചികിത്സകളൊക്കെ ചെയ്തു. ഞാൻ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്ററാണ്. ഇപ്പോൾ ലീവ് എടുത്തിരിക്കുകയാണ്. ഇപ്പം ഇന്നലെ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് എന്നെ കൊണ്ട് സിസ്റ്റർ ബൈബിള്, ഓമനായ മനുഷ്യൻ്റെ ഭാഗങ്ങളൊക്കെ അതൊക്കെ എന്നോട് വായിപ്പിച്ചു. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ സിസ്റ്റർ എന്നോട് പറഞ്ഞു. കൗൺസിലിങ്ങിന് ശേഷം സിസ്റ്റർ എന്നോട് പറഞ്ഞു, സ്വരം കർത്താവ് തന്നിട്ടുണ്ട്, സിസ്റ്റർ പാടാൻ പറഞ്ഞു. ഇങ്ങനെ മാതാവിൻ്റെ പാട്ടൊക്കെ ഹൈ പിച്ചിലുള്ളത് സിസ്റ്റർ പാടി. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും പാടി.
ഇപ്പം എനിക്ക് സ്വരം വന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു. ഹല്ലേലൂയ. 10 വർഷത്തിൽ എത്ര കർത്താവ് അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തിയിരിക്കുക. സ്കൂളിൽ നിന്ന് ലീവ് എടുത്തിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഹല്ലേലൂയ. കൈ ഉയർത്തി അടിച്ച് ദൈവത്തെ ആരാധിക്കാം. സൈന്യബലത്താൽ